ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു ട്രാക്കിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ്. പതുക്കെ ദിവസം തുടങ്ങുകയാണ് ഇവിടെ കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ. ശ്രീകുട്ടൻ്റെ എക്സാം ഓണം കഴിഞ്ഞിട്ടാണ്. അത് കാരണം കൊണ്ട് ആ ഒരു തിരക്കിലും കൂടിയാണ്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങളും ഇന്നത്തെ ദിവസവും ഒക്കെ എങ്ങനെയാണ് പോണേന്ന് പതുക്കതാ നമുക്ക് കാലത്തോട്ടേ തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റപ്പോഴേ നല്ല കാലാവസ്ഥ. കുറച്ച് ദിവസമായി നമ്മുടെ നാടും നാട്ടുമ്പുറമൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ വിചാരിച്ചു ഒന്ന് വാക്കിങ്ങിന് പോയാലോ എന്ന്. പുതിയൊരു ഷൂവും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പുതിയ ഷൂ കാണിച്ചു തരികയും ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറിയൊരു വാക്കും ആവാമെന്ന് വിചാരിച്ചു. പൊതുവേ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് സെൽഫ് ഏണിംഗ് തുടങ്ങിയപ്പോഴാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുമെന്ന്. എല്ലാവർക്കും മേടിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിക്കില്ലേ, അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അത്. ആക്ച്വലി പൂമയുടെ ഈ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്ന ടൈമില്ലേ, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. വൈറ്റ് ആണ് എന്ന് ഉള്ള കാരണം കൊണ്ട് പുറത്തിട്ടുകൊണ്ട് കിടക്കാൻ വലിയ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ജിമ്മിൽ ഇടാമെന്ന് വിചാരിച്ചു. ജിമ്മിൽ പോകുമ്പോൾ എന്തായാലും അഴുക്കാവില്ല, കാരണം അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ സ്പേസ് അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ജിം ഷൂ. എന്തെങ്കിലും മേടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാണ്ട് ഉപയോഗിക്കുമ്പോഴേ ഭയങ്കര സങ്കടമാണ്. മഞ്ഞ കണ്ടപ്പോൾ ഞാനവിടെ ഫ്ലാറ്റായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വിലയുള്ളതാണ്. പിന്നെ ജിമ്മിലിടുമ്പോൾ നല്ല അടിപൊളി ഷൂട്ടില്ലെങ്കിൽ നമുക്ക് കാല് വേദനിക്കും. അതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോഴും തുള്ളുമ്പോഴും ചാടുമ്പോഴും ഒക്കെ നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സംഭവം കാലിലടക്കണം. പിന്നെ ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. ഇനി നമ്മുടെ കാല് വലുതാവാനും പോണില്ല. എത്ര കാലം ഇതിങ്ങനെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നു അത്ര കാലം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോരം കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. അഴുക്കായാലും നമുക്ക് റീയൂസ് ചെയ്യാം. ഇത് എഴുതിയിരിക്കുന്നത് 5499 രൂപ എന്നൊക്കെയാണ്. അല്ല കേട്ടോ, അത് ഞാനൊരു 40% ഡിസ്കൗണ്ടിലൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. എന്നാലും വിലയുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോഴീ അടുത്തോടൊക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ തന്നെ കൺവീൻസ് ചെയ്ത് ഓരോ സംഭവങ്ങൾ മേടിക്കാനൊക്കെ തുടങ്ങിയത്. പൊതുവേ ഈ ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്യാത്ത ഒരാളാണല്ലോ ഞാൻ. നിങ്ങളുടെ മനസ്സിലൊക്കെ എപ്പോഴും ശ്രീ എന്ന് പറയുന്നത് ഭയങ്കര കുലീനമായിട്ടുള്ള ശാലീനമായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുടി വെട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു ശ്രീക്ക് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ പേര് പറഞ്ഞു ശ്രീക്ക് ചേരുന്നില്ല, ഒരു ശാലീനത ഇല്ലാണ്ടായി എന്നൊക്കെ. ആക്ച്വലി നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു സ്റ്റേജിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് മുന്നോട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരെണ്ണമല്ലേ ഉള്ളൂ, പല തലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇതിപ്പോൾ 1000 രൂപയ്ക്ക് ഒരു വർഷം 2 ഷൂ മേടിക്കുന്നതിനേക്കാളും ബെറ്ററാണ് നല്ല ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂ ഒരു 5-6 വർഷം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ലാഭം. ഈ ചിന്തകളുണ്ടല്ലോ അത് നമ്മുടെ മൈൻഡിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ കമൻറ്റ് ബോക്സ് എന്നെ ബോദർ ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ട് നമുക്കതൊരു പ്രശ്നമില്ല. അപ്പോൾ കാരണം എനിക്ക് 2-3 ആൾക്കാരാണ് കമൻറ്റുകളിൽ നെഗറ്റീവ് പറയാറുള്ളൂ. അത് നമ്മളിങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിങ്ങനെ പോകാറുണ്ട്. പിന്നെ എനിക്ക് മൊത്തം വരുന്നത് ക്രിറ്റിസിസംസ് ആണ്. ശ്രീ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ. അത് ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. അതെന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് ചെയ്യാറുള്ളത് കേട്ടോ. എൻ്റെ കൂടെ വാടക വീട്ടിൽ നിന്ന്, നമ്മുടെ തലൂര് വീട്ടിൽ നിന്ന് ആ ഒരു കുഞ്ഞി വീടുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ കിളിക്കൂട്, ഇതാ ഇവിടെയായിരുന്നു എന്ന് തോന്നുന്നു. അത് അവിടെ തൊട്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീട് വരെ എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്. അവർക്കറിയാം ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ ദിവസവും. ഇതിൽ അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു അഹന്തയോ ഒന്നുമില്ല. ദൈവത്തോടും പിന്നെ എൻ്റെ ഈ ഒരു കുടുംബം ഉണ്ടല്ലോ അവരോടും നന്ദി പറയേ ഞാൻ ദാ മീൻ മേടിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ദായിക്കയുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് അയിലയും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ഒരു മീൻ മേടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മീൻ കറിയൊന്നും വെക്കേണ്ട, ചിക്കനാണ് നമ്മുടെ ഇവിടെ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. ഓണത്തിൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല. മാമൻ്റെ വീട്ടിൽ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പാകങ്ങൾ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മണി 2.0 കുഞ്ഞുങ്ങളുണ്ടായി. ഇവിടെ സന്തോഷ വാർത്ത, വിശേഷമുള്ള ഒരു വാർത്ത ഉണ്ടായിരിക്കുകയാണ്. 4 മക്കളുണ്ട്. അതിൽ ഇതേ 4 ആളിവിടെ ഉണ്ട് കേട്ടോ. ഒരെണ്ണം മണിയുടെ പോലെ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ രൂപത്തിലും ഭാവത്തിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നോക്കി അവരോട് കുശലും അവരോട് അന്വേഷണമൊക്കെ പറഞ്ഞത് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയപ്പോഴേക്കും മഴ ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ട ചെട്ടുമല്ലി മതി നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് 75 ദിവസം മതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 ദിവസം കൊണ്ട് നല്ല ഭംഗിയിലുള്ള പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പൂക്കളെ കാണാമെന്നുള്ളൊരു സന്തോഷമല്ലേ. പിന്നെ നമുക്ക് പതുക്കെ അടുക്കളയിൽ കയറാം.
കുളിച്ച് കുറിയൊക്കെ തൊട്ട് പൊട്ടൊക്കെ കുത്തി അടുക്കളയിൽ കയറുന്ന എനിക്ക് തന്നെ വലിയൊരു മാറ്റമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മാറ്റം ഞാൻ എന്നോട് തന്നെ ചോദിച്ച് മേടിച്ചതാ. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴേ ഭയങ്കര പ്രസൻറ്റബിൾ ആവാനും മുടിയൊക്കെ ഒന്ന് ചീകിയിടാനും ഒരു പൊട്ടൊക്കെ കുത്താനും പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ കുറച്ചും കൂടി നല്ല രീതിയിലാവാനുള്ള ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒരേപോലെ പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് കുറച്ച് മാറ്റി ചിന്തിക്കുന്നതും കുറച്ച് മാറ്റങ്ങളിൽ നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും വരുത്തുന്നതൊക്കെ. എപ്പോഴെങ്കിലുമൊക്കെ മാറിയാലല്ലേ അതാണോ നല്ലത് ഇതാണോ നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റുന്നവർക്ക് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണെന്ന് വിചാരിച്ച് നമുക്ക് അവരെ അംഗീകരിക്കാം. അഹങ്കാരവും അഹന്തയും ഒന്നും അല്ലാതെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇത്തിരി വെള്ളത്തിൽ നനച്ചാൽ മതി. നല്ല ഫൈനായിട്ടുള്ള പൊടിയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നല്ല ഗ്ലോയിങ് സ്കിന്നൊക്കെ ആവാനായിട്ട് ABC ജ്യൂസ് നല്ലതാണെന്ന് പറയില്ലേ. അപ്പോൾ ആഴ്ചയിൽ 2-3 വട്ടം അത് കഴിക്കാറുള്ളൂ. അതായത് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ അതും ഒക്കെ കൂട്ടിയിട്ടിട്ട് ഒരു ജ്യൂസ് അടിക്കും. അതിൽ ഇച്ചിരി തേൻ ഒഴിക്കും, പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പുട്ട് 2 കഷ്ണം പുട്ട് ഇവിടെ ആവശ്യമുള്ളൂ, 1 കഷ്ണം ഭാഗ്യം, 1 കഷ്ണം എനിക്ക്. പിന്നെ നമുക്ക് 3-4 മുട്ട പുഴുങ്ങി എടുക്കാം. സമീകൃത ആഹാരമാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭാഗ്യം എങ്ങനെയെങ്കിലും ഒന്ന് ഫിറ്റാക്കി എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം കേട്ടോ. സത്യം പറഞ്ഞാൽ ഭാഗ്യം ജിമ്മിക്ക് പോകാൻ വേണ്ടിയിട്ട് ഭാഗ്യൻ്റെ പിന്നാലെ തൂങ്ങിയ ഒരാളാണ് ഞാൻ. ഭാഗ്യന് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ പലതും ചെയ്തു പോവും, പല കാര്യങ്ങളും ചിന്തിച്ച് പോവും, നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അങ്ങനെ ഭാഗ്യൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ഭാഗ്യനെ മാറ്റിയെടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സമീകൃത ആഹാരം. അപ്പോൾ പതുക്കെ കാടൊക്കെ നോക്കിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഓണത്തിൻ്റെ സെലിബ്രേഷൻ കുറച്ചും കൂടെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് മാമൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ സെപ്പറേറ്റ് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാക്കി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ചേച്ചിയും അതുപോലെ തന്നെ അമ്മയും അച്ഛനും ഒക്കെ വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചൊരു വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചിക്കും അമ്മയ്ക്കും ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ആയിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾ ഞാനാണ്. അപ്പോൾ ഇപ്പോൾ കഴിയുന്നതും ഞാൻ അതുപോലെ ഇങ്ങനെ എടുത്ത് ചേച്ചിക്കും അമ്മയ്ക്കും കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചിലർ പറയും ഈ എടുത്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ ശ്രീ പറയുന്നതെന്നുള്ളത്. അതൊരു മോട്ടിവേഷനാണ്. നമ്മൾ പെൺപിള്ളേർ നമ്മൾ സമ്പാദിച്ച പൈസ കൊണ്ട് നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ഒരു കാലത്ത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളത്. അത് അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് വരുന്നുണ്ടാകുന്ന ഒരു ആത്മാഭിമാനം ഉണ്ടല്ലോ, അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ വാക്കിൽ. ചിലർക്കത് അഹങ്കാരമായിട്ട് തോന്നും, അഹന്തയായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളിൽ വരുന്ന ഒരു റെസ്പെക്റ്റാണത്. അത് അനുഭവിച്ചറിഞ്ഞവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആദ്യം കണ്ട ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു റെഡ്, ഒരു ഡാർക്ക് പിങ്ക് ആ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതൊരു മഞ്ഞ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഈ മഞ്ഞ എന്ന് പറയുന്നത് കൈമുഴും അതേപോലെ തന്നെ കഴുത്തിലും ആ ഒരു സ്റ്റിച്ചിങ് ഡിസൈൻസ് മാത്രമേ വരുന്നുള്ളൂ. 2 പീസാണ്. ഇതിന് ടോപ്പും ഉണ്ട് ബോട്ടവും ഉണ്ട് കേട്ടോ. പിന്നെ പ്രിൻ്റ് മറ്റേ എന്താ പറയുക ഡിജിറ്റൽ പ്രിൻ്റാണ്. അത് കാരണം ഇടാൻ നല്ല സുഖമുണ്ട്. അഴുക്ക് ഇതിനെ കഴുകുമ്പോൾ നമ്മുടെ ഇതൊന്നും പോകുന്നില്ല, എന്താ പറയുക കളറൊന്നും പോകണില്ല കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരുണ്ട്, ഡെയിലി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡ്രസ്സുകൾ മാറിയിടണമെന്നുണ്ടെങ്കിൽ ഇതും അടിപൊളിയാണ്. 2 പീസ് തന്നെയാണ്. കോളറൊക്കെ ഉണ്ട്. ഫുൾ ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അല്ല, ഫേക്ക് ആയിട്ടുള്ള ഈ ചിരട്ടേറെ ബട്ടൺ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഒരു അടിപൊളി ഡ്രസ്സാണ്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഡ്രസ്സിൻ്റെയും കംഫർട്ടബിൾ ആണ് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഒരു കോട്ട് സെറ്റൊക്കെ പോലെ ഇങ്ങനെ യൂസ് ചെയ്യാവുന്ന കോട്ടൻ്റെ ഡ്രസ്സുകളാണ് എല്ലാതും. പോക്കറ്റൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഒരു സൈഡിലൊക്കെ. പിന്നെ എനിക്ക് കോളറുകൾ ഡ്രസ്സുകൾ പൊതുവെ ബാക്കി ഡ്രസ്സുകളേക്കാൾ വിട്ട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. ഇതൊരു 3 പീസ് കോട്ടനാണ് കേട്ടോ. ഒരു ഷോൾ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും വരുന്നുണ്ട്. നെക്കിൻ്റെ അവിടെ ചെറുതായിട്ടൊരു ഷെൽ വർക്ക് പോലെ ഇങ്ങനെ മിറർ വർക്ക് പോലെ ഫേക്ക് ആയിട്ടുള്ള മിറർ ഉണ്ടല്ലോ അതുകൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. തട്ടിടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഷോൾ അടിപൊളിയാണ് കേട്ടോ. കാരണം തട്ടിടാൻ പറ്റിയ ലെങ്ത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. പലാസോ ടൈപ്പിലാണ് ബോർഡർ വന്നിട്ടുള്ളത്, അല്ല ബോട്ടം വന്നിട്ടുള്ളത്. പിന്നെ കോട്ടനാണ്, ഡിജിറ്റൽ പ്രിൻ്റാണ്. ഇതിൻ്റെ നെക്കിൽ കണ്ട ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത്. അത്യാവശ്യം പാർട്ടി വെയറൊക്കെയാണ് കേട്ടോ. മിനിമലായിട്ടുള്ള പാർട്ടി വെയറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതും അടിപൊളിയാണ്. ഈ കാണുന്ന ഈ സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ദുപ്പട്ടയിൽ വരുന്ന ചെറിയ ചെറിയ വർക്കുകളും അതുപോലെ തന്നെ ആ ഒരു ഗോട്ടാപ്പട്ടി വർക്ക് എന്നല്ല അതിന് പറയുക, ആ വർക്കും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിൻ്റെ അടിയിൽ ഇത് തുണി പൊക്കി കാണിക്കുകയല്ല, ടോപ്പിൻ്റെ അടിയിൽ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇതൊരു സിൽക്ക് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ. ഒരു പോളിസ്റ്ററൊക്കെ കലർന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ ഷോൾ അടിപൊളിയാണ്. ഇതുപോലെ ത്രെഡ് വർക്ക് വന്നിട്ട് അത് മുഴുവൻ ചെറിയ
ഈ ഒരു ഷെല്ല് വർക്കില്ലേ അത് വന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ചെറിയൊരു തിളക്കമൊക്കെ ഉള്ള രീതിയിൽ ചെയ്യാൻ പറ്റും, നമുക്ക് പാർട്ടിക്കൊക്കെ ഇടാനും പറ്റുന്നൊരു ഡ്രസ്സാണ്. ഞാൻ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് വെച്ചത് നമുക്കിപ്പോൾ സീസൺ വരികയല്ലേ, ഡ്രസ്സുകളുടെ സീസൺ വരികയല്ലേ, മാത്രമല്ല നമുക്ക് ഇതും ഉണ്ടായിരുന്നു, ഓഫറുകളും ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് കുറച്ച് ചേച്ചിക്കും അമ്മയ്ക്കും എനിക്കും കുഞ്ഞിനും ഒക്കെ കൂടി എടുത്ത് വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നുള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ പെട്ടോട്ടെ. കാരണം ചില ഡ്രസ്സുകൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ, മീഷോയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പായി പോകും, റിട്ടേണും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോകലാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ എടുത്ത് കാണിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ മേടിക്കുകയും ചെയ്യാം. കുറച്ചും കൂടെ ലാഭകരമായിട്ട് തോന്നുന്നത് ഇപ്പോൾ ഓൺലൈനിൽ ഡ്രസ്സുകൾ എടുക്കുന്നതാണ്. ഓഫ്ലൈനിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ടച്ച് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ട് വരാറുണ്ട്. ഈ സംഭവം തന്നെ ഡ്യൂപ്ലിക്കേറ്റൊക്കെയാണ് നമുക്ക് ഓൺലൈനിൽ കിട്ടുക കേട്ടോ. പക്ഷെ നമുക്കത് മതി എന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മളിതേ മാമൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ചുരിദാറുണ്ടല്ലോ, അതാണ് ചേച്ചി ഇട്ടിട്ടുള്ളത് കേട്ടോ. ചേച്ചിക്ക് എനിക്കൊക്കെ അത് പാകമായിരുന്നു, ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. മാമൻ്റെ കൂടെ എല്ലാ വർഷവും കുമ്മാട്ടി ഉണ്ടാവും. ഓണത്തിൻ്റെ ഒരു 2 ഓണം ആ ഒരു ടൈമിലൊക്കെ കുമ്മാട്ടി ഉണ്ടാവും. അത് കാണാൻ പോക്ക് ആണ് ആകെ കൂടി ഒരു വർഷത്തിൽ മാമൻ്റെ വീട്ടിൽ പോകുന്ന പോക്ക്. പിന്നെ തൃശ്ശൂർ പൂരത്തിന് പോവും. അത് പൂരപ്പറമ്പിലേക്ക് പോരൊന്നുമില്ല കേട്ടോ, മാമൻ്റെ കൂടെ പോവും, അത്രേ ഉള്ളൂ. തൃശ്ശൂർ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആഘോഷങ്ങൾ എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ അങ്ങനെ ഇത് കാണിക്കാറുണ്ട്. ആവർത്തന വിരസത വരുന്നു ശ്രീ എന്നുള്ള പരാതി കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ കാണിക്കുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്കിനി കണ്ടൻറ്റൊക്കെ മാറ്റി പിടിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക, അങ്ങനത്തെ വീഡിയോസൊക്കെ വേണം എന്നുള്ളത്. അങ്ങനെ ലോഗിൻ കൂടെ കണ്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത് കേട്ടോ. തിരിച്ച് നമ്മുടെ ദിവസത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ അടുക്കള ഭരണം വീണ്ടും ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ചോറ് വെക്കലാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭാഗ്യൻ്റെ കൂടെ പറഞ്ഞല്ലോ, ജിമ്മിൽ പോകുന്നുണ്ട്. ഭാഗ്യനൊന്നും ഇങ്ങനെ ഹെൽത്തി ആക്കി എടുക്കുക എന്നുള്ളത് എൻ്റെ വലിയ ലക്ഷ്യമാണെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ചോറൊക്കെ ഇച്ചിരി അങ്ങ് വെച്ചാൽ മതി. പിന്നെ കുറേ പൂക്കളും പഴങ്ങളും ഒക്കെ വീടിൻ്റെ ചുറ്റും ഉണ്ടായിട്ടുണ്ടെന്നേ. കുറച്ച് ദിവസമായി നമ്മൾ വീടിൻ്റെ പുറത്ത് തന്നെ ഇറങ്ങിയിട്ട് ഞാൻ നമ്മുടെ കാട് എക്സ്പ്ലോർ ചെയ്തതും അതുപോലെ തന്നെ പൂക്കൾ ആസ്വദിച്ചിട്ടൊക്കെ കുറേ ദിവസമായി. ഓണത്തിൻ്റെ തിരക്കിലും അത് കഴിഞ്ഞിട്ടുള്ള തിരക്കിലും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് എൻ്റെ ചുറ്റും എന്തൊക്കെയോ നടക്കുകയായിരുന്നു. ഒരു പുതിയ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കട്ടിംഗ് ബോർഡ് ഒരു ഒരു ബെൻഡൊക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് മേടിക്കാനായിട്ട് എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ നാനോ വൈറ്റ് അടിപൊളിയാണ് ശ്രീ എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കും മറുപടി കൊടുക്കാറുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം തന്നെ ഇതായിരുന്നു, എൻ്റെ നാനോ വൈറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ടൈൽ വർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രോപ്പറല്ല. നമ്മുടെ മുകളിലത്തെ ബാത്റൂം നമുക്ക് യൂസ് ചെയ്യാനേ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. അത്രയും
അഴുക്ക് പിടിച്ച രീതിയിലാണ് കേട്ടോ അപ്പോക്സി ഇട്ടിട്ടുള്ളത് മുകളിലത്തെ ബാത്റൂമിൽ. അത് പിന്നെ നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് പറ്റണില്ല. അതുപോലെ തന്നെ ഒരു അബദ്ധം തന്നെയാണ് നമുക്കിവിടെ നാനോ വൈറ്റുമ്പോഴും പറ്റിയത്. ചെറിയ ക്രാക്ക് വീണപ്പോൾ തന്നെ നമ്മൾ മാറ്റേണ്ടതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് ആ ഭാഗം മാത്രം മാറ്റണം എന്നാണ് ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം. ഒന്ന് എന്താ പറയുക, അതിനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന ഒരു സംഭവം നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്ന് വൈകുന്നേരം നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ചപ്പാത്തിയാണ്. അത്ര വലിയ വിഭവവും അല്ലെങ്കിൽ സ്പെഷ്യലും ഒന്നല്ല ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ഈ കട്ടിംഗ് ബോർഡുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം. കാരണം നമുക്കത് ഒരുപാട് സ്ഥലം, ഒരുപാട് വലുപ്പമുണ്ട് അതിന്. അത് കാരണോട് ചപ്പാത്തി കുഴയ്ക്കാനായാലും അതുപോലെ തന്നെ ചപ്പാത്തി പരത്താനൊക്കെ ആയാലും അത് തന്നെ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ചപ്പാത്തി വേണ്ടുള്ളൂ. 2 ചപ്പാത്തി ഭാഗ്യന്, 2 ചപ്പാത്തി ശ്രീകുട്ടന്. പിന്നെ ഈ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുമ്പോൾ 2 അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നാളെ കാലത്ത് ശ്രീകുട്ടന്, ഇവന് സ്നാക്ക് ഉണ്ട് നമ്മുടെ ശ്രീകുട്ടന്. അപ്പോൾ ആ സ്നാക്കിൻ്റെ ഇതിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഈ ചിക്കൻ കാല് സുഗുണ, ആ ചിക്കൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾക്ക് മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഡ്രം സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ മേടിക്കാറുള്ളത്. അതൊരു 3-4 എണ്ണം ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ദിവസം എത്തിയത്. അപ്പോൾ ഇതെങ്ങനെയും അവസാനിപ്പിക്കണ്ടേ. അപ്പോൾ ഇന്ന് ഇതുമ്മ വെച്ച് തീർക്കാമെന്ന് മേടിക്കാം. ഇവിടെ കുറച്ച് മറ്റേ സാധനം ഉണ്ട്, സാമ്പ്രാണി അമ്മ കത്തിക്കുന്നത്. ഇവിടെ ഉണ്ട്. ശ്രീകുട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിംഗ് ബോർഡുമേ എല്ലാം അങ്ങനെ അരിഞ്ഞിങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് ഒരുപാട് സ്പേസ് ഉള്ള കാരണം കൊണ്ടേ പിന്നെ പാത്രങ്ങളൊന്നും അധികം കഴുകേണ്ടി വരില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സവാള ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തു. എൻ്റെ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരേ റെസിപ്പികൾ തന്നെയാണ്. റെസിപ്പി മാറ്റി പിടിക്കൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എന്താ പറയുക, ഇങ്ങനെ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ മാറ്റി പിടിക്കാം. പണ്ടത്തെ പോലെ നമ്മുടെ ഗാർഡൻ വീഡിയോസും അതുപോലെ തന്നെ ഒതുക്കലും പിടിക്കലും ക്ലീനിങ്ങും ഒക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ ഒരു മടുപ്പ് തോന്നില്ലേ നമുക്ക് ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്ത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പം ഞാനൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് സെറ്റാക്കി എടുക്കാട്ടോ എല്ലാതും. അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ കാലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം പാലോ അല്ലെങ്കിൽ ക്രീമോ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഡയറ്റിലൊക്കെ അല്ലേ ഇരിക്കുന്ന ഭാഗ്യൻ. ഓൾറെഡി ഭാഗ്യന് ചിക്കൻ കഴിക്കാൻ പറ്റില്ല, ചിക്കൻ അലർജിയാണ് ഭാഗ്യന്. ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തടിച്ച് പൊന്തും. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കൂടി പോവാണ്. ഈ ഭാഗ്യൻ്റെ ഈ അലർജിയുടെ കാര്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ് നിങ്ങളോട് കേട്ടോ. സ്റ്റിൽ കഴിഞ്ഞ കൊല്ലം അത് തുളസിയും വില്ലാതി ഗുളികയൊക്കെ കഴിച്ചത് ഒന്ന് മാറിയതായിരുന്നു. പിന്നെ നമ്മൾ നോർമൽ ഈ നോൺ വെജൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും വന്നു തുടങ്ങി. അങ്ങനെ നോൺ വെജ് ഒഴിവാക്കാനും പറ്റില്ല, നമുക്ക് പ്രോട്ടീനൊക്കെ ഉള്ള കാരണം കൊണ്ട് ജിമ്മിനൊക്കെ പോകുന്ന കാരണം കൊണ്ട്. പക്ഷേ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇതെന്തായാലും റീപ്ലേസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ശ്രീകുട്ടന് ചിക്കൻ ഭയങ്കര ഇഷ്ടമായ കാരണം നമുക്കത് ഒഴിവാക്കാനും പറ്റില്ലല്ലോ. പിള്ളേരെ വേറെ നമുക്ക് മക്കളുടെ അടുത്ത് നമുക്ക് എക്സ്ക്യൂസസ് ഇല്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ചപ്പാത്തി നമ്മൾ ആ കാണുന്ന ഒരു കട്ടിംഗ് ബോർഡുമ്പോൾ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള കാരണം കൊണ്ടേ സിമ്പിളായിട്ട് പരത്തി എടുത്താനും പറ്റി. ഈ ചപ്പാത്തി മടക്കി ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ പോളായിട്ട് അല്ല ലെയറായിട്ട് ഇങ്ങനെ കിട്ടും. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ജിമ്മിന് പോകും. നമ്മുടെ വീടിൻ്റെ അടുത്ത് മരോട്ടിച്ചാലാണ് നമുക്കൊരു ജിമ്മുള്ളത്. ജിമ്മോണം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പേഴ്സണലായിട്ട് ഭാഗ്യം പി ടി എടുത്തിട്ടുണ്ട്. ഞാൻ പി ടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഭാഗ്യനൊരു സപ്പോർട്ടിങ് സിസ്റ്റം എന്നുള്ള രീതിയിലും എനിക്ക് നമ്മുടെ ജിമ്മിന് പോയി തുടങ്ങിയപ്പോൾ നമ്മുടെ ഫൈബ്രോയിഡിൻ്റെ ബ്ലീഡിങ്ങും ഒക്കെ കുറവുണ്ട്. അപ്പോൾ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം മസിൽ കുറച്ച് ഉരുട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങളുടെ ആശാൻ മനീഷ്. പിന്നെ ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട്, ജിമ്മൻ ചേട്ടന്മാർ. അങ്ങനെ എന്തായാലും അവിടെ വരെ പോകുന്നതല്ലേ, എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും ഒരു വശത്തൂടെ ചെയ്യുന്നുണ്ട്. ഈ പി സി യുടെ ഒക്കെ കുറവുണ്ടല്ലോ, പി സി യുടെ അല്ല ഫൈബ്രോയിഡാണ് മെയിനായിട്ടുള്ളത്. ബ്ലീഡിങ്ങും ഇതിപ്പോൾ ഒരു 5 ദിവസമൊക്കെ എത്തുമ്പോൾ നന്നായിട്ട് കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ കുറച്ചധികം നേരം മിലിറ്ററി പ്രസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യും. പിന്നെ ഒരുപാട് ആൾക്കാരെ കാണാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. കുറേ നാളായിട്ട് നമ്മളിപ്പോൾ കാലത്ത് ഇപ്പോൾ ഇവിടുത്തെ ഒരു നമ്മുടെ ഈ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ഞാൻ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ലേ സ്പെൻഡ് ചെയ്യുന്നത് സമയം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ജിമ്മിലൊക്കെ പോകുമ്പോൾ ആൾക്കാരെയൊക്കെ കണ്ട് ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് കൊണ്ടാണ് കണ്ടന്റിൽ വേരിയേഷൻ വരാത്തത്. വീട്ടിലെത്തി ചിക്കൻ കഴിച്ച് എൻ്റെ ഒരു ദിവസം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോസും പുതിയ വിശേഷങ്ങളും പുതിയ ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.